ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ പാലട പായസം ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഒന്നും കൂടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു വിഭവമാണ് പിങ്ക് പാലട പായസം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഈസി മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറികളൊന്നും ഉണ്ടാക്കുന്ന കുക്കർ എടുക്കരുത്. ഇനി അഥവാ കറിയൊക്കെ വെക്കുന്ന കുക്കറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കുക്കർ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റായിട്ടുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിവിടെ ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാൽ കുറുക്കി വേവിച്ചെടുക്കുമ്പോൾ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ അടി പിടിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ. എന്നിട്ട് നമ്മൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളച്ച് വന്നിട്ട് നമ്മളിത് ചെറിയ സിമ്മിലാക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതൊരു 40-45 മിനിറ്റോളം നമ്മൾ ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഈ പാല് വേവിച്ചെടുക്കുകയാണ്. ഇതേപോലെ മേലെ ഇങ്ങനെ കുമ്പളായിട്ടൊക്കെ പാല് പതിഞ്ഞൊക്കെ വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കുക. ചിലപ്പോൾ ഒരുപാട് വിസിൽ വന്നെന്ന് വരും, 3-4 ഒക്കെ വിസിൽ വന്നെന്ന് വരും. പാലൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് തൂവിയിട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പാല് തൂവി വരികയാണെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 45 മിനിറ്റ് നമുക്ക് പാല് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 45 മിനിറ്റാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പാലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമയം കൂട്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടോ, നല്ല ഒരു മീഡിയം പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാക്കറ്റ് പാലട പായസം മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡബിൾ ഓസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ പഞ്ചസാരയും മിക്സായിട്ട് വരുന്നതാണ്. ഇതാണ് ഞാനിനി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പാലട പായസം മിക്സ് എടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിമേ എഴുതിയിട്ടുള്ളത് പോലെ 30 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അല്ല, ഇങ്ങനത്തെ മിക്സ് അല്ലാത്ത സാധാ പാലടയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് 10-20 മിനിറ്റ് വേവിച്ചെടുത്ത് അത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് പാലിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സ് ആയതുകൊണ്ട് തന്നെ അരമണിക്കൂർ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ പാലട പായസം റെഡിയാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ്. പിന്നെ പാലട പായസത്തിൻ്റെ മിക്സ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ പിങ്ക് പാലട പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അരമണിക്കൂർ ഞാൻ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു. പാലടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പായസം നന്നായിട്ട് കുറുക്കാതിരിക്കുക. നമ്മൾ വേവിച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം വീണ്ടും ഇതൊന്നും കൂടെ കുറുകൂലേ. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ പായസം കുറുക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ക്ഷമയൊക്കെ വേണം, കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇരിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.